ഞാനൊരു കഥ പറയാം. അതൊരു ഡിസംബർ മാസമായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 1992 ഡിസംബർ 4. എ ചന്ദ്രശേഖരന്റെ സംവിധാനത്തിൽ ഭാര്യ ശോഭ ചന്ദ്രശേഖർ നിർമ്മാണം നിർവഹിച്ച് നാളെ തീർപ്പ് എന്ന ചിത്രം റിലീസ് ചെയ്തു. സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും മകനായ 18-കാരനായിരുന്നു ചിത്രത്തിലെ നായകൻ. അദ്ദേഹത്തിന്റെ പേരാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ. പിതാവിന്റെ പിൻബലം കൊണ്ട് മാത്രം നായകനായി എന്ന് പഴികേട്ടു. സിനിമയിൽ അവനെ ഭാവിയിൽ നിന്ന് വിധിച്ചു. സിനിമാ മാഗസിനുകൾ അവനെ പരാജയമെന്ന് വിധിയെഴുതി. സെന്തൂരി പാണ്ഡി, രസികൻ, ദേവ, രാജാവിൻ പാർവയിലെ വിഷ്ണു, ചന്ദ്രലേഖ, കോയമ്പത്തൂർ മാപ്പിളെ ഒന്നിനു പിറകെ ഒന്നായി വിജയ് ചിത്രങ്ങൾ തകർന്നടിഞ്ഞു. ആദ്യ 4 വർഷത്തിനിടെ അയാൾ അഭിനയിച്ചത് 6 ചിത്രങ്ങളിൽ മാത്രം. അതിൽ 4 പിതാവിൻ്റേത്. പക്ഷെ നിയോഗം മറ്റൊന്നായിരുന്നു. 1996 പുറത്തിറങ്ങിയ പൂവൈ ഉനക്കാകെ എന്ന ചിത്രം വിജയുടെ കരിയറിലെ ആദ്യ ഹിറ്റ് ചിത്രമായി. പിന്നീട് 3 പതിറ്റാണ്ട് വമ്പൻ നായകന്മാർ വാണ തമിഴകത്ത് അവൻ ഇളയ ദളപതിയായി ഇപ്പോൾ ജനനായകനാകാൻ ഒരുങ്ങുന്നു. തോൽവികളിൽ ഇടറി വീണെന്ന് കരുതിയിടത്തെല്ലാം വിജയ് തിരിച്ചു വന്നു. കല്ലെറിഞ്ഞവർ തന്നെ വാഴ്ത്തിപ്പാടി. ഭാവിയിൽ നിന്ന് വിധിയെഴുതിയ മാഗസിന്റെ മുഖചിത്രമായി. അതൊരു വിജയിസത്തിലേക്കുള്ള മാറ്റമായിരുന്നു. 90കളുടെ അവസാനം വിജയ് എന്ന നടന്റേതു മാത്രമായിരുന്നു. വൺസ് മോർ, നേർക്കുനേർ, കാതലിക്കു മര്യാദ, തുള്ളാത്ത മലവും തുള്ളും, അങ്ങനെ പിന്നീട് അങ്ങോട്ട് വിജയ് ചിത്രങ്ങളുടെ കാലമായി മാറി. 90s യുവത്വത്തിന്റെ പ്രണയത്തിലും വിരഹത്തിലും വിജയത്തിലും വിജയ് സിനിമയുടെ സ്വാധീനമുണ്ടായിരുന്നു. കാതലിക്കു മര്യാദ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള തമിഴ് സർക്കാരിന്റെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2001 സംവിധായകൻ സിദ്ദീഖിന്റെ ഫ്രണ്ട്സ് തമിഴ് റീമേക്ക് ചെയ്തപ്പോൾ സൂര്യയ്ക്കൊപ്പം വിജയും അഭിനയിച്ചു. ആ വർഷം തന്നെ ബദ്രി, ഷാജഹാൻ തുടങ്ങി ഹിറ്റുകൾ തുടർക്കഥയായി. ഷാജഹാൻ എന്ന സിനിമയിലെ സരക്ക് വെച്ചിരിക്കെ എന്ന ഗാനരംഗം തെന്നിന്ത്യ എമ്പാടും ചലനം സൃഷ്ടിച്ചു. ഈ സിനിമ കേരളത്തിലും വൻ വിജയമായിരുന്നു. കാമുകനിൽ നിന്ന് പക്ക ആക്ഷൻ ഹീറോയിലേക്കുള്ള പ്രയാണമായിരുന്നു പിന്നീട് അങ്ങോട്ട്. 2003 ഇറങ്ങിയ തിരുമലൈ എന്ന ചിത്രം ആക്ഷൻ ഹീറോ പദവിയിലേക്ക് വിജയെ മാറ്റി. പിന്നീട് വന്ന ഗില്ലി എന്ന ചിത്രം തമിഴ് സിനിമാ ചരിത്രം തന്നെ തിരുത്തി എഴുതി. തമിഴിൽ 50 കോടി നേടിയ ആദ്യ ചിത്രമായിരുന്നു ഗില്ലി. രജനീകാന്തിന് പോലും അന്യായമായിരുന്നു ആ വിജയം. വിജയ് തമിഴ് സിനിമാ ലോകത്തെ തന്റെ സിംഹാസനം ഉറപ്പിച്ചു. ഒരു സൂപ്പർ സ്റ്റാറായി മാറി. പരാജയവും വിജയവും അക്കാലത്തും അദ്ദേഹത്തെ മാറി മറിഞ്ഞു. വെള്ളിത്തിരയിൽ നിന്നും പതിയെ വിജയ് ജനങ്ങളിലേക്ക് ഇറങ്ങി. സിനിമകൾ പച്ചയായ രാഷ്ട്രീയം പറഞ്ഞു. തിരശ്ശീലയ്ക്ക് പുറത്തും പച്ചയായ ഒരു മനുഷ്യനാണ് താനെന്ന് പറയാനായിരുന്നു വിജയ് ശ്രമിച്ചത്. എൻ നെഞ്ചിൽ കുടിയേറും എന്ന അദ്ദേഹത്തിന്റെ പതിഞ്ഞ സ്വരത്തിലുള്ള ആ വാക്കുകൾ കേട്ടാൽ തമിഴകം ബാക്കി വാക്കുകൾക്കായി കാതോർത്തു നിൽക്കും. വിജയ്ക്ക് തന്റെ സിനിമകളിലെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നടപടികൾ നേരിടേണ്ടി വന്നു. വിജയിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ആദായ നികുതി പരിശോധനകൾ നടന്നു. അയാൾ പോലീസ് കസ്റ്റഡി